എന്റെ പ്രൊട്ടക്ഷൻ ഓർഡർ ഹൈക്കോടതിയിൽ നിന്ന് തന്നിരിക്കുന്ന പ്രൊട്ടക്ഷൻ ഓർഡർ. ഈ ഓർഡറും പ്രകാരം ഇവിടെ താമസിക്കുന്നവർക്കും എന്റെ വസ്തുവകകൾക്കുമാണ് സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ എന്റെ അനുഭവത്തിലൂടെ ഇപ്പോൾ അത് കടലാസിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. കാരണം ഈ എതിർകക്ഷികളെല്ലാം എന്റെ വീടിന്റെ മുമ്പിൽ കൂടെ രാത്രിയിലും പകരം സ്വൈര്യവിഹാരം നടത്തുന്നുണ്ട്. പോലീസിന്റെ സാന്നിധ്യത്തിൽ കൂടി അവരിവിടെ വന്ന് ഇന്നലെ മതിൽ തകർത്തത് ഈ പ്രൊട്ടക്ഷൻ എന്റെ കയ്യിൽ വെച്ചിട്ടാണ്. താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതിനകത്ത് പോലീസ് കമ്മീഷണറെ ACP CI എല്ലാരും വിളിക്കാം. ഞാൻ അപ്പൊ തന്നെ CI സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 പോലീസുകാർ വന്നിട്ടുണ്ട്. അദ്ദേഹം തടയാൻ നോക്കിയിട്ട് അവരത് അനുസരിച്ചിട്ടില്ല. മാത്രമല്ല കംപ്ലീറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കൊട്ടക്കേറം. എന്റെ പേര് ഷീബ അബ്ദുൽ സലാം. 10ാം വാർഡ്. എന്താണ് താങ്കളുടെ പ്രശ്നം? എന്റെ പ്രശ്നം, ഞാൻ ഇവിടെ ഈ വസ്തു മേടിച്ച് വീട് വെക്കാൻ തുടങ്ങിയ ആ കാലം മുതലേ കല്ലുവാതക്ക പഞ്ചായത്തിൽ നിന്നുള്ള കുറെ അധികൃതര്, അത് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, എനിക്കെതിരെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സംഘം ആൾക്കാർ ഇവിടെ എത്തി. നമ്മുടെ ആണെന്ന് അവർക്ക് ഉണ്ടെങ്കിൽ പോലും അത് പഞ്ചായത്തിൻ്റെതാണ്, അല്ലെ പൊതുവാണ്, മറ്റുള്ളതാണ്, അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പ്രവർത്തനങ്ങളെ അവർ തടസ്സപ്പെടുത്തുക. അതായത് നമ്മുടെ സ്വൈര്യ ജീവിതം. ഇവിടെ സംഭവിച്ചത്, ഞാൻ ഈ വസ്തു മേടിച്ച് വീട് വെക്കാൻ തുടങ്ങി. എന്റെ പേരിലാണ് 21.79 സെന്റ് വസ്തുണ്ട്. ഈ വസ്തു ഞാൻ മേടിച്ച് വീട് വെക്കാൻ തുടങ്ങിയ കാലത്ത് ഇത് കൃഷി ചെയ്യണ നിലം, പണ്ട് ബീറ്റാറിൽ അങ്ങോട്ട് നിലമായിരുന്നു എന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസറെ കൊണ്ടും പഞ്ചായത്തുകാരും വന്ന് തടസ്സപ്പെടുത്തി വീട് പണി ഒരു 2-3 വർഷത്തോളം പെൻഡിങ്ങിലിട്ടിരുന്നു. പിന്നെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം 10 സെന്റ് വസ്തു നികത്തി വീട് വെക്കാനുള്ള പെർമിഷൻ മേടിച്ചിട്ടാണ് ഞാൻ വീട് വെച്ചത്. അതിനുശേഷം ഞാൻ കറണ്ടിന് ആവശ്യത്തിന് പോയപ്പം അവിടെയും കുറെ പ്രശ്നങ്ങൾ. ഇവിടുന്ന് എനിക്ക് കറണ്ട് തരരുതെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കുറെ ആൾക്കാർ ഗ്രൂപ്പായിട്ട് ഒപ്പിട്ട് അവിടെ കൊണ്ടു കൊടുക്കുക. അത് അവര് പറയണത് ഇവിടെ 11 kV ലൈൻ പോകുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് എനിക്ക് കറണ്ട് തരാൻ പറ്റൂല, അത് നാട്ടുകാർക്ക് അപകടമാണ്. ഞാൻ ഒരു പ്രശ്നത്തിനും പോയതായിട്ട് കല്ലുവാതക്ക പഞ്ചായത്തിന്റെ കീഴിൽ ഇവിടെ പറഞ്ഞ എന്റെ അഭിപ്രായത്തിൽ ജാതി വിവേചനമുണ്ട്. ഞാനാണ് ഉണ്ട്, തീർച്ചയായിട്ടും ഞാൻ അനുഭവസ്ഥയാണ്. 2011 ഈ നാട്ടിൽ വന്നിട്ട് മുതൽ ഇന്നലെ വരെ ഞാൻ അനുഭവിക്കുന്നത്. ശരി, ഇപ്പോ നമ്മൾ കഴിഞ്ഞൊരു വിഷയവുമായി ബന്ധപ്പെട്ടല്ലേ, താങ്കളുടെ വസ്തുക്കൾ അതിക്രമിച്ച് കയറി മതിൽ പൊളിച്ചു എന്നാണ് താങ്കൾ അവകാശം? അതെ, മതിൽ പൊളിക്കാൻ മെയിൻ കാരണം അതെ എന്റെ വസ്തുവാണ്. ഉറപ്പുണ്ട്. മറ്റുള്ളവരുടെ വസ്തുക്കളൊന്നും ആരും കയറി മതിൽ കെട്ടൂലല്ലോ. ഇല്ല, പൊളിക്കുകയില്ല. അത് ഇവിടെ മറ്റാരുടെയും കെട്ടൂല. ഷീബ അബ്ദുൽ സലാമിന്റെ വസ്തുവിൽ അവർക്ക് കല്ലുവാതക്ക പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തിനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതെങ്ങനെ കിട്ടിയ സ്വാതന്ത്ര്യം? ആധാരമുണ്ട്, ലാൻഡ് ടാക്സ് ഉണ്ട്, വസ്തുവായിട്ട് ബന്ധപ്പെട്ട ബാധ്യത ഉൾപ്പെടെ എല്ലാ ഡോക്യുമെന്റും എന്റെ കയ്യിലുണ്ട്. ഇന്നലെ നടന്ന സംഭവം, അതിന് തൊട്ട് മുമ്പ് നടന്ന സംഭവം, ഇവിടെ ഒരു റോഡ് നിർമ്മാണത്തിന് വന്നു. അപ്പം അതും ഒരു പഞ്ചായത്തുകാർ മനഃപൂർവ്വം എനിക്കെതിരെ നീക്കുന്നതാണ്. അപ്പൊ അത് ജസ്റ്റ് ഞാൻ ആ ഒരു വിവരം പറഞ്ഞത്, പഞ്ചായത്തിനുള്ള അധികൃതരും പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം താങ്കൾക്ക് എതിരാണ്. ഇന്നലെ നടന്നത്, എനിക്കൊരു വയ്യാത്ത മകളുണ്ട്. ഞാൻ ഇവിടെ വന്ന കാലം മുതലേ ഞാൻ മതിൽ കെട്ടാനായിട്ട് ഒന്ന് നോക്കി. അപ്പൊ മതിൽ കെട്ടാൻ നോക്കിയപ്പോ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് അതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ആദ്യം ഞാൻ ഇവിടെ മതിൽ കെട്ടാൻ നോക്കിയപ്പോ അവര് പറഞ്ഞു 4 മീറ്റർ തൊട്ട് മുകളിൽ പഞ്ചായത്ത് റോഡുണ്ട് നമ്മുടെ വസ്തുവിന്റെ ബോർഡർ വരെ. അപ്പൊ അത് വെച്ചിട്ട് 4 മീറ്റർ ഞാൻ അളന്ന് വിട്ടുകൊടുത്തിട്ട് വേണം മതിൽ കെട്ടാൻ എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഓൾറെഡി ഈ സാറിന് കാണാം, ഇത് വയലാണ്, ആർക്കും വേണ്ട കിടക്കുന്ന സ്ഥലം. അപ്പൊ മാന്യമായ രീതിയിൽ ഒരു റോഡ് നിർമ്മാണം വരുമ്പോൾ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെടുക്കുന്നതിന്റെ പകുതി 4 2 മീറ്റർ ഞാൻ കൊടുക്കണം, 2 മീറ്റർ അപ്പുറത്തുനിന്ന് എടുക്കണം. അതാണല്ലോ ന്യായം. ഇപ്പോഴും ഞാൻ സാറിനോട് ആവശ്യപ്പെടുന്നത് തന്നെ, അവരവിടുന്ന് എടുക്കുന്നതിന്റെ പകുതി ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ കല്ലുവാതക്ക പഞ്ചായത്തിലും ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്കും ആവശ്യം ഈ 4 മീറ്റർ റോഡ്, അതായത് അവരാവശ്യപ്പെടുന്ന വീതി എത്രയുണ്ടോ അതെന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് മാത്രം അവർക്ക് മതി. അതിനകത്ത് ഞാൻ ഒന്നും ചെയ്യാൻ പാടില്ല. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളോ കേസുകളോ ഉണ്ട്. 2024 ഡിസംബറിൽ ഹൈക്കോടതിയിൽ നിന്ന് ഇതേപോലെ ഞാൻ ഈ വയൽ കൃഷി ചെയ്തപ്പം CPI എന്ന് എഴുതിയ ഒരു കൊടി കൊണ്ട് കുത്തി. ശരി, ഈ റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയും. റോഡുമായി ബന്ധപ്പെട്ടതാണല്ലോ വിഷയം. അതെ, ഈ റോഡിന്റെ ഈ ഒരു വിഷയത്തിൽ തർക്കമുണ്ടോ? ഉണ്ട്. തർക്കം എനിക്കില്ല, കോടതിയിലുണ്ട്. അതെ, ഹൈക്കോടതിയിൽ നിന്ന്. അതെ, ഹൈക്കോടതിയിൽ നിലവിലെ സ്റ്റാറ്റസ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം കാണിച്ച് മോളുടെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് കളക്ടർക്ക് അപേക്ഷ കൊടുത്ത് അവർ ഹിയറിങ്ങിന് വിളിച്ച് ഞാൻ ഈ ഡോക്യുമെന്റ് കാണിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം താലൂക്കിൽ നിന്ന് 12/12/24 റീസർവേക്ക് വന്നു. ഈ പറഞ്ഞ എതിർകക്ഷികൾക്കെല്ലാം നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഇവരാരും വന്നിട്ടില്ല. അപ്പൊ അവര് റീസർവേ 4 സൈഡിലും കല്ല് സ്ഥാപിച്ചു തന്നു. അതും പ്രകാരം 1.5
1.5 മീറ്റർ അളന്ന് വിട്ടിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ മതിൽ കെട്ടിയത്. മതിൽ നിർമ്മാണം പൂർത്തിയാകുന്നവരാരും വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം 12/12/24 റീസർവേ, അതായത് ഒരു 2 ആഴ്ച മുമ്പ് അവര് കല്ലിട്ട് അളന്ന് കല്ലിട്ട് തന്ന് അതും പ്രകാരം വഴി അവരുടെ രേഖപ്പെടുത്തിയിട്ടില്ല. റീസർവേയിൽ ഇല്ല വഴി. സാർ ഇത് വയലാണ്. റീസർവേയുടെ പ്ലാൻ ഉൾപ്പെടെ അന്നേരം ഈ മെമ്പർ ഇല്ല, വാർഡ് മെമ്പർ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഇല്ല, വഴിയില്ല. റീസർവേ പ്രകാരം വഴി ഇവിടെ അളന്നിട്ടില്ല. സാർ ഇവിടെ വഴി വേണം എന്നുണ്ടെങ്കിൽ ഇല്ല, വഴിയില്ല. എനിക്കിപ്പം 14 പുതിയ റീസർവേ പ്രകാരം വഴിയുണ്ടോ? സാറ് പുതിയതാണോ ഇപ്പൊ റീസർവേക്ക് വന്ന ഈ കഴിഞ്ഞ റീസർവേയിൽ വന്ന പ്ലാൻ പ്രകാരം ഇവിടെ വഴിയില്ല. അവർ അളന്ന് കല്ലിട്ട് തന്നിട്ട് നിങ്ങൾ 1.5 മീറ്റർ അളന്ന് വിട്ടിട്ടാണ് ഞാൻ മതിൽ കെട്ടിയത്. അതെ, അതിൽ കൂടുതലൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ മതിലിന് പുറത്താണോ വഴി? അതെ, മതിലിനകത്തല്ല. അപ്പോൾ ഈ മതിൽ പൊളിച്ചത് ആരൊക്കെയാണ്? അതിൽ പൊളിച്ചത് ഇവിടെ കുറെ രാഷ്ട്രീയ നേതാക്കന്മാര്, നാട്ടുകാർ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പുറത്തെ എന്റെ തൊട്ടടുത്ത വീടുകാരൊന്നും അതിനകത്ത് പൊളിക്കാനില്ലായിരുന്നു. അത് കൊടിമുട്ടി ക്ഷേത്രത്തിന്റെ അവിടെ നടക്കുന്ന കുറച്ച് ആൾക്കാര്, പേരൊക്കെ അറിയാം. ഒരു പഞ്ചായത്ത് വഴിയായിട്ടാണോ അവര് പറയുന്ന പഞ്ചായത്തിൽ ഉൾപ്പെട്ട വഴിയാണെന്ന്. വർഷങ്ങളായിട്ട് പഞ്ചായത്തിൽ ഉൾപ്പെട്ട വഴിയെന്നാണ്. അതെങ്ങനെ വരും സാർ? ഇതെല്ലാം കൃഷിഭൂമിയായിരുന്നു. BTR പരിശോധിച്ച ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഡിസംബറിൽ അവർ ഇവിടെ കയറി പ്രശ്നം ഉണ്ടാക്കി. എന്റെ കിണറിന്റെ മോട്ടറൊക്കെ ഒരു കാലത്ത് അന്ന് ഈ ഡിസംബർ 24 കട്ട് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. മോട്ടറൊക്കെ അവർ നശിപ്പിച്ചു. അതിന്റെ കേബിളെല്ലാം കട്ട് ചെയ്ത് ഞാൻ എന്റെ കൃഷി സ്ഥലത്ത് ഒരു കൊടി കൊണ്ട് കുത്തി. അങ്ങനെ പ്രശ്നങ്ങൾ ഇവിടെ ഭയങ്കര സംഘർഷാവസ്ഥയായിരുന്നു. എനിക്കും അങ്ങനെയല്ല, എനിക്കും എന്റെ ഇവിടെ താമസിക്കുന്നവർക്കും എന്റെ വസ്തുവകകൾക്കുമാണ് പോലീസ് പ്രൊട്ടക്ഷൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഡോക്യുമെന്റ് സാറിന് ഇട്ടിട്ടുണ്ട്. അപ്പോഴേ ഇപ്പോഴ് അങ്ങനെ ഉണ്ട് എങ്കിൽ താങ്കൾ പറയുന്ന പോലെ കോടതി വൈലെത്തിയിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും. അത് ഈ പറഞ്ഞ എതിർകക്ഷികൾ ഇവിടെ കയറാൻ പാടില്ലെന്നാണ്. ഇത് ഏത് സമയവും പോലീസുകാർക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് പോലീസുകാരെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. പക്ഷെ അവരിവിടെ വന്ന് തല്ലിപ്പൊട്ടിച്ച് ചെയ്തേരെ പോലീസ് വീഡിയോ എടുത്തോണ്ട് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരിനി കേസ് എടുത്തിട്ട് എന്താ സാറേ കാര്യം? ഇതെല്ലാം പോയിട്ട് 1 ലക്ഷം രൂപ എനിക്ക് നഷ്ടമാണ്. പോലീസ് അവരെ തടയണം. പോലീസിന് ചെയ്യാൻ കഴിയുന്നതെന്നാൽ പോലീസിന് കുറ്റങ്ങൾ ചെയ്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് അവരെ ഈ പറയുന്ന നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയും. സാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹൈക്കോടതിയിൽ വരെ ഞാൻ ചെന്ന് പ്രൊട്ടക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് നീതി കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതി വരെ പോയിട്ടുള്ളത്. അപ്പൊ ഇത്രയും നാള് ഇവർക്കെതിരെ ഒരാൾക്കെതിരെയെങ്കിലും ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ശിക്ഷയോ അല്ലെങ്കിൽ ഒരു താക്കീതോ അല്ലെങ്കിൽ ഇവിടെ കയറുന്ന ഒരു കർശന നിർദ്ദേശമോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് താങ്കൾക്ക് ആരെ തെറ്റിദ്ധരിപ്പിച്ചാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതിന് കൃത്യമായ നിയമങ്ങളുണ്ട്. ഈ പറയുന്ന സിവിൽ വിഷയങ്ങളിൽ അതുപോലെ ഒത്തിരി വിഷയങ്ങളുണ്ട്. കുടുംബ വിഷയങ്ങൾ, പണമിടപാട്, ഇതിലൊക്കെ പോലീസിനും മാധ്യമങ്ങളായാൽ പോലും പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്ന് ചെയ്യാൻ കഴിയും. അത് ചിലപ്പോൾ നമുക്ക് കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്തായാലും പോലീസ് പക്ഷേ സാർ ഇത് സിവിൽ ആണെന്ന് പറഞ്ഞാലും സാർ ഓൾറെഡി സിവിൽ എന്ന് പറഞ്ഞു. ഒരാളുടെ വസ്തുവിൽ അതിക്രമിച്ച് കയറി മതിൽ പൊളിക്കുക എന്നുള്ളത് ഒരിക്കലും സിവിൽ അല്ല, അത് ക്രിമിനൽ അല്ലേ? അതുകൊണ്ടാണല്ലോ പോലീസ് ഫോട്ടോ എടുത്തത്, വീഡിയോ എടുത്തത്. ഒരു ഫോട്ടോ എടുത്തത് സാർ എനിക്ക് ആവശ്യം. ഞാൻ 2 പെൺകുട്ടികളും മാത്രമാണ് താമസം. അപ്പൊ ഇത്രയും 4 സൈഡും ഓപ്പൺ ആയി കിടക്കുന്ന ആ വീട്ടിൽ ഇന്നത്തെ സാമൂഹ്യ വിരുദ്ധരുടെ പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ സാറിന് അറിയാവുന്നതാണ്. നിങ്ങളൊക്കെ തന്നെയാണ് ഇത് കൂടുതൽ എക്സ്പോസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വന്നതിന് ശേഷമാണ് ഇവർ ഇടപെടേണ്ടത്. എന്റെ കുട്ടി 65% ഈ ഒരു വിഷയത്തിൽ വർഷങ്ങളായി നടന്നു വരുന്ന ഒരു വസ്തു സംബന്ധമായ വിഷയം തന്റെ വസ്തുവിൽ കൂടി അല്ലെ പഞ്ചായത്തിന്റെ റോഡ് ഉണ്ട് എന്ന് പറഞ്ഞ് പഞ്ചായത്ത് ഇടപെടുകയും അത് തടസ്സപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അല്ലേ കീഴ്ക്കോടതിയിലും പിന്നെ തുടർന്ന് ഹൈക്കോടതിയിലും പോയി ഇപ്പോൾ കേസ് നടക്കുന്നു. അതിനകത്ത് സാറിന് ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു കാര്യം കൂടിയുണ്ട്. ഇവര് പഞ്ചായത്ത് റോഡാണ് എന്നത് അവകാശപ്പെടുമ്പം 2008 തണ്ണീർത്തട സംരക്ഷണം വെച്ചിട്ട് വയലിന്റെ നടുക്കൂടെ ഒരിക്കലും നീരൊഴുക്ക് തടസ്സപ്പെടുത്തി റോഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എങ്ങനെ പഞ്ചായത്തിൽ വരും? വീടിന് എനിക്ക് കളക്ടർ 10 സെന്റ് നികത്തി വീട് വെക്കാൻ. ആയിക്കോട്ടെ, എന്തായാലും ശരി. ഈ പറയുന്ന ഷീബയുടെ വസ്തുവിന്മേൽ അതിക്രമിച്ച് വാഹനങ്ങൾ കയറ്റുന്നു, അതൊരു റോഡാക്കി മാറ്റുന്നു എന്ന് തന്നെയായിരുന്നു തർക്കം. അതുമായി ബന്ധപ്പെട്ട കീഴ്ക്കോടതിയിലും പിന്നെ അത് തുടർന്ന് ഹൈക്കോടതിയും ഇപ്പോൾ കേസ് നിലവിലുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പിന്നെ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ എല്ലാം കോടതിയെ ബോധിപ്പിച്ചു. അവരുടെ അഡ്വക്കേറ്റ് മുഖാന്തരം കോടതി ഇവർക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ട്. എന്നാൽ ആ പ്രൊട്ടക്ഷൻ ഓർഡർ നിലനിൽക്കുകയാണ്.
കഴിഞ്ഞ ദിവസം നടന്ന അതിക്രമണങ്ങൾ എന്നും പറയുന്നു. കോടതിയും പോലീസിനും എല്ലാരും വെല്ലുവിളിച്ചുകൊണ്ടാണ് അവര് ഇന്നലെ എന്തായാലും ശരി, കഴിഞ്ഞ ദിവസം നടന്ന സംഭവ വികാസങ്ങൾ, നാടകീയ രംഗങ്ങളെല്ലാം കോടതി പ്രൊട്ടക്ഷൻ നിലവിൽ നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ശരി, ഈ ഒരു വിഷയത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. എന്തായാലും ശരി, കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്. കുറ്റങ്ങൾ ചെയ്തവർക്കെതിരെ നിയമം തീർച്ചയായിട്ടും. പക്ഷെ ആ നിയമം എന്റെ അഭിപ്രായത്തില് അത് താങ്കളായാലും ശരി, ഞാനായാലും ശരി, സാറായാലും ശരി, സമൂഹത്തിലായാലും ശരി, പക്ഷെ ആ നിയമ സംവിധാനം അവര് വേണ്ട വിധം പ്രയോഗിക്കാത്തതിന്റെ പേരിൽ മാത്രമാണ് എന്നെ പോലെയുള്ളവര് ഈ ഒറ്റപ്പെട്ട് കിടന്ന് ഈ വിവേചനം അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയിൽ ഞാൻ പെട്ടുപോകുന്നത് കൊണ്ടാണ്. എന്തായാലും ശരി, ഇന്നലെ ഇതാണ് താങ്കളുടെ മകളല്ലേ? എന്തായാലും ശരി, ഇന്നലെ നടന്ന സംഭവങ്ങളിൽ ഭയം തോന്നുന്നാണ് പറഞ്ഞത് അല്ലേ? ഭയം എന്നാണ്. ഇപ്പൊ എനിക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പോലും പേടിയാണ്. കാരണം ഈ മകള് ഭയന്നു പോയി. ഇപ്പൊ സാറ് വന്നപ്പോ കണ്ടല്ലോ, ബഹളങ്ങളൊക്കെ അവൾ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഇപ്പോഴും ഒരു നോർമൽ സ്റ്റേജിലേക്ക് മാറിയിട്ടില്ല. പെട്ടെന്ന് ബഹളം ഉണ്ടാക്കും. ഇന്നലെ ഇപ്പൊ സാറ് വന്നപ്പോ ഞാനും എന്റെ 2 പെൺമക്കളും മാത്രമേ ഉള്ളൂ. ഭയം, മരണഭയം ഇല്ലാത്തവരാരുണ്ട് സാറേ? മരണഭയം ഇല്ലാത്തവരാരുണ്ട്? എനിക്കല്ല മരണഭയം. ഈ 2 കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് എനിക്ക് വീടിന്റെ വെളിയിൽ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു പഞ്ചായത്തിലുള്ളവർ പോലും അവർക്കറിയാം അവരുടേതല്ല ഇതെന്നുള്ള അവർക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ട് നമ്മളെ തോപ്പിക്കാൻ വേണ്ടി അവർ അതിനകത്ത് അനാവശ്യമായിട്ട് എന്തെങ്കിലും എഴുതി ചേർത്ത് വെക്കുക, അവര് നിയമം കാറ്റിൽ പറത്തുക. ശരി, എന്തായാലും ശരി, മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ള കാര്യം, ഇപ്പോഴും തർക്കങ്ങളും വഴക്കുകളും എല്ലാം അവസാനിക്കണം. മനുഷ്യൻ മനസ്സമാധാനമായി എനിക്ക് റോഡ്, മറ്റുള്ളവർക്ക് റോഡ് ആവശ്യമുണ്ട്. മനുഷ്യന് മനസ്സമാധാനമായി ഉറങ്ങാൻ കഴിയണം. തീർച്ചയായിട്ടും, താങ്കൾക്കായാലും മറ്റുള്ളവർക്കായാലും ആർക്കായാലും. ഈ പറയുന്ന ഈ വസ്തുവിന്മേൽ വഴി ആക്കി ഉപയോഗിക്കുന്നവർക്ക് മറ്റേതെങ്കിലും സംവിധാനമുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവർക്ക് ആ ഭാഗത്തുള്ളവർക്ക് അങ്ങോട്ട് പോകാൻ റോഡുണ്ട്, ഇവർക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ റോഡുണ്ട്. താങ്കൾക്ക് ഇവിടുന്ന് ന്യായമായ രീതിയിൽ എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. എനിക്ക് ഒറ്റ ആവശ്യമേ ഉള്ളൂ, റോഡ് നിർമ്മിക്കുന്നെങ്കിൽ അവർ നിർമ്മിച്ചോട്ടെ. എന്റെ 2 ഭാഗത്തുനിന്നും തുല്യമായിട്ട് എടുത്തവര് റോഡ് നിർമ്മിക്കണം. രണ്ടാമത്, അവർ ഏത് റോഡ് നിർമ്മിച്ചാലും മഴവെള്ളം എന്റെ വീടിനകത്തും എന്റെ വീടിന്റെ പരിസരത്തും കയറാത്ത രീതിയിൽ ഇവിടെ തോടുണ്ട്. ആ തോട് വെള്ളം ഒഴുക്കി തോട്ടിൽ എത്തിക്കാനുള്ള ഫെസിലിറ്റീസ് അവർ ആദ്യം ചെയ്യുക. താങ്കൾ പ്രശ്നങ്ങളും വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ തയ്യാറാണ്? തീർച്ചയായിട്ടും ഞാൻ തയ്യാറാണ്. ആരും ഇടപെടൂല. അവർക്ക് ആവശ്യം. നമുക്ക് കല്ലുവാതുക്കൽ പഞ്ചായത്തിനോട് റിക്വസ്റ്റ് പറഞ്ഞാലോ ഈ ചാനലിലൂടെ? തീർച്ചയായിട്ടും വലിയൊരു ഉപകാരമാണ് എനിക്ക്. സാറേ, അവര് റോഡ് നിർമ്മിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ബഹുമാനപ്പെട്ട കല്ലുവാതുക്കൽ പഞ്ചായത്തിനോട്, പഞ്ചായത്ത് അധികൃതരോട്, സെക്രട്ടറിയോട് ഈ ഒരു വിഷയത്തിൽ ഇവർക്ക് പറയാനുള്ള ഒരു ഭാഗം, ഇവരെ ഭയപ്പെടുത്തരുത്, ജീവിക്കുവാൻ അനുവദിക്കണം മനസ്സമാധാനത്തോടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ന്യൂസ് സ്റ്റോറി എന്ന മാധ്യമവും ഇടപെടുന്നു. ഒരുപക്ഷെ ചർച്ചയെങ്കിൽ ചർച്ച, അല്ലേ? തീർച്ചയായിട്ടും പരിഹാരം പഞ്ചായത്തോട് മാത്രമല്ല, ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട് കൂടിയാണ് എന്റെ അഭ്യർത്ഥന. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരെല്ലാം ബഹുമാനിക്കപ്പെടേണ്ടതാണ്. കാര്യം താങ്കളുടെ ഒരു വിഷയമാണെങ്കിൽ പോലും നിരവധി പേരുടെ വിഷയം എന്ന് പറഞ്ഞത് ഉണ്ടാകാം ചിലപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും ഇടപെട്ടത്. അവരെയൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ എന്തായാലും ഇത് എങ്ങനെ പരിഹരിക്കാം? അല്ല, ഈ വന്നവരാരും എന്നോട് നിങ്ങളുടെ വസ്തു എവിടെയാണ്, നിങ്ങളുടെ അതിരെവിടെയാണ്, നിങ്ങളുടെ കല്ല് എവിടെയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഒരു വ്യക്തി പോലും എന്നോട് ചോദിച്ചിട്ടില്ല. അല്ല, ചിലപ്പോൾ അവരെ തെറ്റിദ്ധരിക്കപ്പെട്ടതാവാം. അത് നമ്മൾ 2 കക്ഷികൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണല്ലോ അവർ ചോദിക്കേണ്ടത്. ഇന്നലെ അവധി ദിവസമായിട്ട് പോലും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ വന്ന്, എന്നാ ഷീബ എന്താണ് പ്രശ്നം, ഒരു മനുഷ്യർ എന്നോട് ചോദിച്ചിട്ടില്ല. അവര് മുൻവിധിയോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓൾറെഡി ഷീബ കുറ്റക്കാരിയാണ്. ആ ഒരു മുൻവിധിയാണ് അവർക്ക്. ഇന്ന് വരെ കല്ലുവാതുക്കൽ പഞ്ചായത്ത് സെക്രട്ടറി ആട്ടെ, ഇവിടെ വന്ന വാർഡ് മെമ്പർ ഇങ്ങനെ കൈകെട്ടി നിൽപ്പുണ്ട്. പോലീസുകാർ ഉഷാകുമാരി. ശരി, എന്തായാലും ശരി, കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഇതേത് വാർഡ്? 10ാം വാർഡ് മെമ്പർ ഉഷാകുമാരി, താങ്കൾ കൂടി ഈ ഒരു വാർത്ത കാണണം. ഈ ഒരു വിഷയം പരിഹരിക്കുവാൻ ശ്രമിക്കണം. അതിനുവേണ്ടിയാണ്. കാര്യം താങ്കളായാലും ശരി, താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന ഈ ഒരു വാർഡിലെ ജനങ്ങളായാലും ശരി, ഓരോ മനുഷ്യനും സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയണം, പ്രശ്നങ്ങളില്ലാതെ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം രമ്യമായി പരിഹരിക്കുവാൻ നിങ്ങൾ തയ്യാറാണ്? തീർച്ചയായും രമ്യമായി പരിഹരിക്കാൻ, ന്യായമായ ഏത് കാര്യത്തിനും ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഈ പറയുന്ന വിട്ടുവീഴ്ചകൾ പറഞ്ഞതിനപ്പുറം എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ കഴിയുമോ? അതിനകത്ത് സാറേ, ഇവിടെ വയൽ വെറുതെ കിടപ്പുണ്ട്, അവര് 2-3 മീറ്റർ എടുത്തോട്ടെ, അതിന് അവർക്ക് കോമ്പൻസേഷൻ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. കാരണം എനിക്ക് മുറ്റം ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ വസ്തു മേടിച്ചത് ഈ വയ്യാത്ത കുഞ്ഞിനൊരു സൈലന്റ് ഏരിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതെല്ലാം അവരോട് ആവശ്യപ്പെട്ടാണ്. അവര് നല്ല മനുഷ്യരാണ്. അവർ ഒരു പൈസ ഇല്ലാതെ അവർ റോഡിന് സ്ഥലം വിട്ടുകൊടുക്കും. പക്ഷെ പഞ്ചായത്ത് അധികൃതർക്കും രാഷ്ട്രീയക്കാർക്കും അവരുടെ വസ്തു വേണ്ട. ശരി, എന്തായാലും ശരി, ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെയും പരിഹരിക്കാമെന്ന കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരോട്, സെക്രട്ടറിയോട്, പ്രസിഡന്റിനോട്, പിന്നെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് പറയുകയാണ്. ഈ ഒരു വിഷയം രമ്യമായി പരിഹരിക്കുവാൻ ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകണം. തയ്യാറായില്ല എങ്കിൽ ഇവരുടെ സാഹചര്യങ്ങൾ അത് പുറം ലോകം അറിയണം. ബന്ധപ്പെട്ട അധികാരികൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു വാർത്ത അത് പുറത്തുവിടുന്നത്.
ക്യാമറമാൻ പ്രേംജിത്ത് കല്ലുവാതിക്കലിനൊപ്പം രജിത് കാര്യത്തിൽ ന്യൂസ് സ്റ്റോറി.